ഷിയകളുടെ ഒരു പ്രധാനപ്പെട്ട ആദർശമാണല്ലോ ഇപ്പോൾ ഇമാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ആധുനിക സലഫി അഡ്രസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ഇമാമിയ വാദങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു സംസാരത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അതായത് നമുക്കറിയാം, ലോകത്ത് ആദ്യമായി ഈ ഷിയായിസം രൂപപ്പെടാൻ വേണ്ടി എടുത്തുപയോഗിച്ച ടൂളായിരുന്നു ഇമാമിയവാദം. ഇസ്നാശരിയ എന്നൊക്കെ പറയുന്ന 12 ഇമാമുമാർ, അവരിലൂടെയാണ് ലോകത്ത് ഖിലാഫത്ത് നിലനിൽക്കേണ്ടത്. അവർ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അടുക്കൽ മഅസൂമുകളായ, എന്ന് വെച്ചാൽ തെറ്റ് സംഭവിക്കാത്ത, മലക്കുകളെക്കാളും സ്ഥാനമുള്ള, പ്രവാചകന്മാരെക്കാളും പദവിയുള്ള ആളുകളാണ് ഇമാമുമാർ എന്നൊക്കെയുള്ള വളരെ അപകടകരമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഷിയാക്കൾ കടന്നു വന്നത്. അപ്പോൾ ഇമാമിയ സങ്കല്പമാണ്. ഇസ്നാശരിയ പോലെയുള്ള ഇമാമിയ സങ്കല്പപ്രകാരം 11 ഇമാമുമാരും, അല്ല 12 പേരും വന്നു, 11 ഇമാമുമാർ വന്നു മരിച്ചുപോയി, 12ാമത്തെ ഇമാമു വന്നു പക്ഷേ അദ്ദേഹം എവിടെ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള സങ്കല്പപ്രകാരമാണ് ആ ഇമാമിയ സങ്കല്പം മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാലങ്ങൾ, അഥവാ 70കൾ വരെ ഇമാമിയ സങ്കല്പത്തിലാണ്, അവരുടെ ആ രൂപത്തിലുള്ള നിലപാട് പ്രകാരമാണ് ഇവർ മുന്നോട്ട് പോയത്. ആര്? ഷിയാക്കൾ. പിന്നീട് അതിന് ഒരു പുതിയ പേരും ഒരു നാമീകരണവും പുതിയ ഒരു അപ്ഡേഷനൊക്കെ നൽകിയ ആളാണ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. അദ്ദേഹം ഇമാമിയ സങ്കല്പത്തെ വിലായത്തെ ഫഖീഹ് എന്ന പേരിലാക്കി മാറ്റി. അപ്പോൾ വിലായത്തെ ഫഖീഹ് എന്നൊരു പുതിയ നാമീകരണം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ ആ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചു. ആര്? ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ വിലായത്തെ ഫഖീഹിനെ ഒന്നുകൂടി എന്തെടുത്ത് ഡൈലൂട്ട് ചെയ്ത് ഹാക്കിമിയത്തുള്ള എന്ന് പറഞ്ഞിട്ട് ആരവതരിപ്പിച്ചു? അബുൽ അല മൗദൂദി അവതരിപ്പിച്ചു. വിലായത്തെ ഫഖീഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഈ പറയുന്ന ഖുമൈനി പറയുന്ന അതേ പേരാകും എന്നുള്ളത് കൊണ്ട് ഹാക്കിമിയത്തുള്ള, ഹുക്കുമത്തെ ഇലാഹി എന്ന വാദം അവതരിപ്പിച്ചിട്ട് അബുൽ അല മൗദൂദി അതേ ചിന്താഗതിയെ മറ്റൊരു രൂപത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്കിടയിലേക്ക് അവതരിപ്പിച്ചു. അത് പിന്നെ വലിയ ചർച്ചയായി. ആ സന്ദർഭത്തിലാണ് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയേണ്ടതില്ല, നമുക്ക് എന്തൊക്കെ ഇക്കാമത്തുദ്ദീൻ എന്ന് മാറ്റാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. ദീനിലുള്ളൊരു കാര്യമാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ പേരുകൾ പോലും മാറ്റാൻ സാധിക്കില്ല. ഹുക്കുമത്തെ ഇലാഹി എന്തുകൊണ്ടാണ് ഇക്കാമത്തുദ്ദീനാക്കി എന്ന് അവർ വിശദീകരിച്ചത് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ 25 വർഷം എന്നൊരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് തെറ്റിദ്ധാരണാജനകമാണ്. ആളുകൾക്കിടയിൽ ആ വാക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, അതുകൊണ്ടാണ് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിലൊരു സംശയമാണ് ജിഹാദ്. ഏറ്റവും അധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ് എന്ത്? ജിഹാദ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളടക്കം ജിഹാദികൾ എന്ന് പറഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ജിഹാദ് എന്ന വാക്ക്. അപ്പോൾ അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് ജിഹാദ് എന്ന വാക്ക് മാറ്റി സക്കീനത്ത് എന്ന വാക്കാക്കാൻ പറ്റുമോ? ജിഹാദ് എന്ന വാക്ക് മാറ്റി നമ്മൾ സക്കീനത്താക്കി മാറ്റിയിരിക്കുന്ന നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ മീറ്റിംഗ് കൂടി? ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഈ ഹുക്കുമത്തെ ഇലാഹി ഇവരുണ്ടാക്കിയതാണ് എന്നുള്ളതിന് തെളിവ് അവർ അതിൻ്റെ പേര് മാറ്റി ഇക്കാമത്തുദ്ദീൻ എന്നാക്കി മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് അവരുടെ ഇടപെടലിലൂടെ ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഹുക്കുമത്തെ ഇലാഹിയുമായിട്ടാണ് ഇസ്ലാം, പിന്നെ ഇഖ്വാൻ മുസ്ലിമും പോലുള്ള സംഘടനകൾ മുന്നോട്ട് പോയത്. സെയ്ദ് ഖുത്തുബിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഈജിപ്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് പിന്നീട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യപ്പെട്ടു. ആ ഇഖ്വാൻ മുസ്ലിം മുന്നോട്ട് വെച്ച ഹുക്കുമത്തെ ഇലാഹി അതിൻ്റെ പിന്നെ ഡയലൂട്ട് വെർഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ഒന്നുകൂടി ഡയലൂട്ട് ചെയ്ത് അവതരിപ്പിച്ച ആളുകളാണ് സുറൂരികൾ എന്ന് പറയുന്ന ആൾ. ആ സുറൂരികളാണ് അടിസ്ഥാനപരമായി ഹാക്കിമിയത്ത് വാദം അത് വലിയ വാദമായി അവതരിപ്പിച്ച് നമ്മുടെ ഇടയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്ന അഹിമാരെ സംബന്ധിച്ചിടത്തോളം ആ സുറൂരിയൻ ഹാക്കിമിയ വാദമാണ് യഥാർത്ഥത്തിൽ നമുക്കിടയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യമാണ്. ഒന്ന്, ഇസ്തിയാനത്തും ബിൽ ജിന്ന്, ജിന്നുകളോട് സഹായ തേട്ടം എന്ന വിഷയവും, അതുപോലെ തന്നെ ഹാക്കിമിയത്തുള്ള എന്ന് പറഞ്ഞ ഈ ഹുക്കുമത്തെ ഇലാഹി വാദ. ഇസ്ലാമിലുള്ളൊരു ഹാക്കിമിയത്തുള്ള ഉണ്ട്, അലൈസല്ലാഹു ബിഹക്കമിൽ ഹാക്കിമീൻ എന്ന് പറഞ്ഞ ഹാക്കിമിയത്ത്. അത് ഏറ്റവും നന്നായി അറിയുകയും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് സലഫികൾ. ഇത് അവിടെ നിന്നും മാറി മൗദൂദി അവതരിപ്പിച്ച ഹാക്കിമിയത്തുള്ളയിലേക്ക് വിഷയം കൊണ്ടുപോവുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന അഹിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പറയും ഞങ്ങൾ ആർക്കെതിരാണ്? ഞങ്ങൾ മൗദൂദിക്കെതിരാണ്. മൗദൂദിക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുറൂരികൾ എന്തെടുക്കുന്നത്? സലഫികൾക്കിടയിലേക്ക് ഈ വാദം കടത്തിവിടാൻ ശ്രമിക്കുന്നത്. ഏതുപോലെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ അതേ വാദമാണെന്ന് പറഞ്ഞിട്ടല്ല അബുൽ അല മൗദൂദി അവതരിപ്പിച്ച്. നേരെ മറിച്ച് ഇത് പിന്നെ ദീനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ ഉള്ളതാണ്. റബ്ബ്, ദീൻ, ഇബാദത്ത്, ഇലാഹ് എന്ന 4 സാങ്കേതിക ശബ്ദങ്ങൾ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞാണ് മൗദൂദി അവതരിപ്പിച്ചത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനിതാ ഖുമൈനിയുടെ വാദം എടുത്ത് അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ടല്ല അവതരിപ്പിച്ചത്. ഈ പറഞ്ഞ വാദഗതികൾ തന്നെയാണ് പിന്നീട് ഞങ്ങളിതാ സെയ്ദ് ഖുത്തുബിൻ്റെ വാദം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല സുറൂരികൾ അവതരിപ്പിച്ചത്. അത് സലഫി അഖീദയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത്.
മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കടന്നു വരുന്ന പുതിയ ചെറിയ പ്രായം കുറഞ്ഞ ആളുകൾ അവർ ഈ പലയിടത്തു നിന്നും അവർക്ക് കിട്ടുന്ന നോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനൊന്നും അസിലുണ്ടാവില്ല. ഇപ്പോൾ പിന്നെ ജിന്നുകളോട് സഹായം തേടൽ മുബാഹാണ്, ജായിസാണ് എന്ന് പറഞ്ഞ നോട്ട് അയച്ചിട്ടാണ് ഇപ്പോൾ ഈ അഹിമാർ നടക്കുന്നത്. അവർ വാദം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ഹറാമാണ്. തരുന്ന നോട്ടിലുള്ളത് എന്താണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പോലും, ഇപ്പോൾ പഴയ നമ്മളൊക്കെ ഒരു 12 കൊല്ലം 13 കൊല്ലം മുമ്പ് നോക്കി മറുപടി പറഞ്ഞ നോട്ടൊക്കെ ഇപ്പോൾ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ഇന്ന ഷെയ്ഖ് എഴുതിയതാണ്, അവിടെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തരികയാണ്. നമുക്ക് 10-12 വർഷം 15 വർഷം മുമ്പൊക്കെ നമ്മളെടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് മറുപടി പറഞ്ഞ സാധനമൊക്കെ വീണ്ടും എടുത്ത് നമുക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയ കുട്ടികൾ, വളരെ ചെറിയ മക്കൾ, അവർക്ക് ഈ അവരുടെ അഖീദയിൽ തശ്വീഷ് ഉണ്ടാക്കുകയും യഥാർത്ഥ അഖീദയിൽ നിന്ന് അവർ തെറ്റിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ വിശ്വാസം അവരുടെ അടിസ്ഥാന അഖീദയായിട്ട് വിശ്വസിക്കുന്നതാണല്ലോ. അപ്പോൾ ലാനത്ത് എഴുതുക, സഹാബാക്കളുടെ പേരിൽ ലാനത്ത് എഴുതുക, ഇത് യഥാർത്ഥത്തിൽ കുഫ്റാകുമോ? അതേപോലെ തന്നെ വിലായത്ത് തക്വീനിയ പോലുള്ള വാദങ്ങൾ, ഇപ്പോൾ ലോകത്തിലെ എല്ലാ അണുക്കളും അവരുടെ ഇമാമുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള പോലുള്ള വിശ്വാസങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പുറത്ത് കിടക്കുന്ന വാദങ്ങളല്ല. അപ്പൊ ഈ ഇസ്ലാശികൾ നമുക്ക് മുസ്ലിങ്ങളായിട്ട് റാഫിദുകളെ സംബന്ധിച്ച് വളരെ ശക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നെന്ന് വെച്ചാൽ ഈ സ്വഹാബികളെ ലാനത്ത് ഇല്ല. ഇമാം മാലിക് റഹിമുള്ള ആയത്തോതിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. അതായത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു, അപ്പോൾ ആര് പെട്ടു? നബിയും പെട്ടു, വല്ലദീന മഅഹു, നബിയുടെ കൂടെയുള്ള സ്വഹാബത്തും പെട്ടു. ഇത് മൂസാ നബിയുടെ തൗറാത്തിലുണ്ടായിരുന്നു. മസലുഹും ഫി തൗറാത്തിലെ അവരുടെ ഉപമ. പിന്നെ മസലുഹും ഫിൽ ഇൻജീൽ. അപ്പോൾ മസലുഹും ഫിൽ ഇൻജീലിൽ അഥവാ ഇൻജീലിൽ അവരുടെ ഉപമ, അത് ഈസാ നബി പറഞ്ഞ ഉപമയാണ്. എന്നുവെച്ചാൽ ഒരു മരം, ഒരു വിത്ത് മുളച്ച് പുറത്തേക്ക് വന്നൊരു വടവൃക്ഷമായി അത് വളർന്നു പടർന്നു പന്തലിച്ച് എത്രത്തോളം അത് കർഷകനെപ്പോലും അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്കെന്താണ്? ഇങ്ങനെ പടർന്നത് എന്തിനാ? ലിയഗീല ബിഹിമുൽ കുഫാർ. അപ്പോൾ അവിടെയും ജമ്മാണ്. ലിയഗീല ബിഹിൽ കുഫാർ എന്നാണ്. നബി അവരെ ദേഷ്യം പിടിപ്പിച്ചു എന്നല്ല, നേരെ മറിച്ച് ലിയഗീല ബിഹിമുൽ കുഫാർ, അവരെ കൊണ്ട്. അവരെന്ന് പറഞ്ഞപ്പോൾ ആരായി? സ്വഹാബത്ത്. അപ്പോൾ നബിയും സ്വഹാബത്തും കുഫാറുകളെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പോൾ നബിയെ കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും ദേഷ്യം പിടിക്കുന്ന ആരാ? അപ്പോൾ മാലിക് ഇമാം തെളിവ് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ലിയഗീല ബിഹിമുൽ കുഫാർ, സ്വഹാബത്തിനോട് ദേഷ്യം പിടിക്കുന്ന ആളുകൾ ആരാണ്? പിന്നെ നബി ഇവിടെ സ്വഹാബത്തിന് ലാനത്തിലിടണവന്. അപ്പോൾ അതെന്താണെന്നുള്ള ചർച്ച പണ്ഡിത ലോകത്ത് ആയത്തോതിക്കൊണ്ട് തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ തക്വീനിയവാദം അൽമിലൽ വന്യഹലിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇപ്പോൾ തക്വീനിയ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ മിലൽ വന്യഹലിൽ ഈ ആകാശത്തെ പടച്ചത്, പിന്നെ അതിനെ തദബ്ബുർ ചെയ്യുന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി പിന്നെ ഏൽപ്പിച്ചത് ആരാണ്? അലി ഇബ്നു അബി താലിബിനെയാണ് എന്നാണ് അതിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇത് മജൂസികളുടെ വാദത്തെക്കാളും മജൂസികളെക്കാളും പിഴച്ചവരാണ് മിലൽ വന്യഹലിൽ കാണാൻ കഴിയും. അപ്പം മജൂസികൾ എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരാണ്. ഈ അഗ്നി ആരാധകരെക്കാളും പിഴച്ചവരാണ് ആര്? ഈ പറയുന്ന റാഫിദുകൾ എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന, ആരെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും സങ്കല്പിക്കാനോ പറയാനോ പോലും കഴിയാത്ത രൂപത്തിലുള്ള വാദഗതികളാണ്. അതിൽ നമുക്കറിയാം ഖുർആൻ അടക്കമുള്ള സംഗതികൾ, ഫാത്തിഹ മുസ്ഹഫ് അടക്കമുള്ള സംഗതികൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, നിലവിലുള്ള ആയത്തുകളല്ല അതിൽ കൂടുതൽ ആയത്തുണ്ടെന്ന് പറയുന്ന വാദഗതികൾ, അതൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളിൽ അവരുടെ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന നമ്മുടെ ബുഖാരിയുടെ സ്ഥാനത്ത് ഷിയാക്കൾ അംഗീകരിക്കുന്ന കിതാബാണ് ഉസൂലുൽ കാഫി എന്ന കിതാബ്. ആ കിതാബിൽ അധ്യായം കൊടുത്ത് വിശദീകരിക്കുന്നതാണ് എന്ത്? ഈ ഖുർആൻ. ആ ഖുർആനിൽ ഉസ്മാൻ കൈകടത്തിയ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. നിലവിലെ ഖുർആനിൽ, യഥാർത്ഥ ഖുർആനിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആയത്തുകളുണ്ട് എന്നൊക്കെ പറയുന്ന വാദഗതികൾ അടക്കമുള്ള ആളുകൾ, റാഫിദിയാക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ അപകടകരമായ രൂപത്തിലാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ വിഷയത്തിൽ പോലും
ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ പറഞ്ഞ രൂപത്തിൽ കുഫറിൻ്റേതായ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒരു കിതാബ് തന്നെയുണ്ട്, എന്തുകൊണ്ടാണ് ലിമാദ അഫ്ത ജമാഅത്തും മിനൽ ഉലമാഇൽ മുസ്ലിം, അങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ട്. ഈ ഖുമൈനിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കുഫർ വാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കുഫർ വാദമുണ്ട്, അദ്ദേഹം കാഫർ എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണമെന്ത് എന്ന പേരിൽ തന്നെ ഒരു കിതാബുണ്ട്. അപ്പോൾ അത്തരം വാദഗതികളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില ആളുകൾ അത് ഡയലൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ജമാഅത്ത് കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്.